ഹലോ, ഇന്നെൻ്റെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ 13ാമത്തെ ദിവസമാണ്. സക്സസ്ഫുള്ളി അത് അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റുന്നുണ്ട്. ഞാൻ രാവിലെ എഴുന്നേറ്റു, കുറച്ച് ബ്ലാക്ക് കോഫിയാണ് കേട്ടോ കുടിച്ചത്. എനിക്കത് കുടിക്കണം. ചില ദിവസങ്ങളിൽ എനിക്ക് ചിലപ്പോൾ ഗ്രീൻ ടീ കുടിക്കാനായിരിക്കും എനിക്ക് തോന്നുന്നത്, ഇല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ബ്ലാക്ക് കോഫി കുടിക്കാൻ തോന്നും, ചിലപ്പോൾ നോർമൽ വാട്ടർ ആയിരിക്കും കുടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ബ്ലാക്ക് കോഫിയാണ് ഞാൻ രാവിലെ കുടിച്ചത്. അതൊക്കെ കുടിച്ചിട്ട് അത്യാവശ്യം എൻ്റെ ജോലിയും കാര്യങ്ങളും എല്ലാം ഞാൻ കഴിഞ്ഞപ്പോൾ തന്നെ മണി 11:30 ആയിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂറിൻ്റെ കാര്യം കൂടെ ഉള്ളൂ എനിക്കിനി. ഒരു അരമണിക്കൂറും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഈറ്റിംഗ് വിൻഡോ ഞാൻ ഓപ്പൺ ചെയ്യും. ആ ഈറ്റിംഗ് വിൻഡോയിൽ ഞാൻ ഇന്ന് എടുക്കാനായിട്ട് വിചാരിക്കുന്നത് ചിയാ സീഡിന് പകരം വേറെ എന്തെങ്കിലും എടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഡെയിലി ചിയാ സീഡ് അല്ലേ, പക്ഷെ ചിയാ സീഡ് കഴിക്കുന്നത് നല്ലതാണ്. ഞാൻ ദിവസത്തിൽ എപ്പോഴെങ്കിലും ഞാൻ ചിയാ സീഡ് കഴിക്കുക. അതിന് ഏത് സമയമായാലും ചിലപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈവനിങ് ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വെയിറ്റ് ലോസ് എങ്ങനെ നിങ്ങൾ കൊണ്ടുപോകുന്നു? എനിക്ക് കമൻസ് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ ചോദിച്ചപ്പോൾ ഒരാൾ എന്നോട് അതിൻ്റെ കറക്റ്റ് പറഞ്ഞല്ലോ, വെയിറ്റ് ഇത്രയാണെന്നുള്ളൊരു കാര്യം ഒരാൾക്കെങ്കിലും പറയാൻ തോന്നിയല്ലോ. അതുപോലെ എല്ലാവരും മുന്നോട്ട് വരിക കേട്ടോ. വെയിറ്റ് എത്രയാന്നൊക്കെ പറയും. നിങ്ങൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ മോട്ടിവേഷൻ ഉണ്ടാവും. എനിക്ക് ഇതുപോലത്തെ കുറേ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ ഉണ്ടാവും. ആ ഒരാൾ എനിക്ക് കമന്റ് ഇട്ടപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പറഞ്ഞത് ഞാൻ അത്രയും വീഡിയോ ഒന്ന് നിങ്ങളുടെ വെയിറ്റ് ഒന്ന് പറയണേ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരാൾ ആ ഒരു കമൻറ്റ് ഇട്ടപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് വളരെയധികം സന്തോഷമായി. അതുപോലെ എല്ലാവരും കമൻറ്റ് ഇടുക. പിന്നെ ഇന്നും ഇവിടെ തണുപ്പ് തന്നെയാണ്. തണുപ്പിനൊന്നും ഒരു മാറ്റവും ഇല്ല. ഇന്നലത്തെക്കാട്ടിലും തണുപ്പായിരുന്നു. ക്ലൈമറ്റ് നല്ല രീതിയിൽ ചേഞ്ച് ആവുന്നുണ്ട്. കാര്യം രാവിലത്തെ തണുപ്പല്ല, കുറച്ചൊരു 10-11 മണിയാകുമ്പോൾ നല്ല രീതിയിൽ ഫോഗ് ആവുന്നുണ്ട്. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് മാറി വെയിലാകുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവിടുത്തെ ക്ലൈമറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ക്ലൈമറ്റിൽ ശരിക്കും നമുക്ക് ചൂടുള്ളതും സ്നാക്കും വറുത്തതും കരിച്ചതൊക്കെ തിന്നാനുള്ളൊരു ടെൻഡൻസിയൊക്കെ ഒരുപാടുള്ളതാണ്. ഇത്രയും ദിവസം തന്നെ ഞാൻ എങ്ങനെ കൺട്രോൾ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാലും എനിക്കറിയില്ല. പിന്നെ ഇനി അങ്ങോട്ട് പോകുന്ന അനുസരിച്ച് തണുപ്പ് കൂടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. തണുപ്പ് കൂടി വരുന്നതല്ലാതെ ഇപ്പോൾ തണുപ്പ് കുറഞ്ഞു വരുന്നൊന്നുമില്ല. പിന്നെ രാവിലെ എണീക്കുന്ന മടി, തണുപ്പായത് കൊണ്ടൊന്ന് എഴുന്നേക്കാൻ ഒരു മടിയായിരിക്കും. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഓക്കെയാണ്. എനിക്ക് ഈ പറയുന്ന പോലെ ഒരു 7 മണി വരെ ഒന്നും കിടന്നുറങ്ങിയുള്ള ഒരു ശീലം വളരെ കുറവാണ്. ഞാനങ്ങനെ 7 മണി വരെ ഒന്നും ഉറങ്ങുന്നുമില്ല. പിന്നെ റെഡിയായൊക്കെ കഴിയുമ്പോൾ ഇച്ചിരി സമയം ആകും എന്നല്ലാതെ ഉറക്കം എന്ന് പറയുന്നതിന് ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. അതിൽ കൂടുതൽ ഞാനങ്ങനെ ഉറങ്ങാറൊന്നും ഇല്ല. മേ ബി അതെൻ്റെ പോസിറ്റീവ് ആയിരിക്കും. ഞാനിപ്പോൾ വിചാരിക്കുന്നത് അതെൻ്റെ പോസിറ്റീവ് ആയിരിക്കും. ചില സമയത്ത് ഞാൻ വിചാരിക്കും എല്ലാവരും ഉറങ്ങുന്ന പോലെ എനിക്കും ഒന്ന് ഉറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു ശീലം ഇതുവരെ ആയിട്ട് ദൈവം സഹായിച്ച് എനിക്ക് തന്നിട്ടില്ല. പിന്നെ നൈറ്റ് ആണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഉറക്കം വരും. നൈറ്റ് ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഉറക്കം വരും, ചിലപ്പോൾ 9 മണിയാക്കുമ്പോൾ ഉറക്കം വരും. എനിക്ക് പെട്ടെന്ന് നൈറ്റ് ഉറക്കം വരുന്ന ഒരു ശീലമാണ്. പിന്നെ ആ ഒരു ഉറക്കം എനിക്ക് ഇടയ്ക്കൊന്ന് ബ്രേക്കായി. ഇപ്പം ഞാൻ പിന്നെ അതുപോലെ തിരിച്ചു വന്നു കേട്ടോ. പക്ഷെ ഉച്ചയ്ക്കായാലും എനിക്ക് ഉറക്കം വന്നാൽ എനിക്ക് അങ്ങനെ ഉറങ്ങാൻ വേണ്ടി പറ്റില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. കിടന്നു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഉറക്കമൊന്നും വരില്ല. അതൊരു നല്ലൊരു കാര്യമാണെന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നലത്തെ ദിവസം എൻ്റെ വെയിറ്റ് ലോസ് അടിപൊളിയായിട്ട് ഞാൻ കൊണ്ടുപോയി. എനിക്ക് വേറെ ബുദ്ധിമുട്ട് ഇതുവരെ ആയിട്ട് ഇല്ല. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, ന്യൂ ഇയർ ആണ് വരുന്നത്. എനിക്ക് ന്യൂ ഇയറിന് മിക്കവാറും ഒരു ചീറ്റ് എടുക്കേണ്ടി വരാം. ഞാൻ മാക്സിമം എൻ്റെ ചീറ്റിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യും. ചീറ്റ് എടുക്കേണ്ടി വരാമെന്ന് പറഞ്ഞത് ന്യൂ ഇയർ ആകുമ്പോൾ ഞാൻ ക്രിസ്മസ് ഒരുപാട് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയില്ല. അപ്പം എനിക്ക് ന്യൂ ഇയർ എങ്കിലും ഒന്ന് ആഘോഷിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടിട്ട് എനിക്ക് ന്യൂ ഇയർ ഒന്ന് ചീറ്റല്ലെങ്കിലും ഒരു കേക്ക് കഴിക്കണം എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. ഞാൻ ഈ കേക്ക് എൻ്റെ മുമ്പിൽ കൂടെ ഒരുപാട് തവണ ഇങ്ങനെ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോഴൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. കഴിക്കാൻ നല്ല ക്രേവിങ്സ് അല്ലെങ്കിൽ നമുക്കത് കാണുമ്പോൾ എല്ലാവരും കഴിക്കുന്ന കാണുമ്പോൾ നമുക്കൊന്ന് കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ അതിൻ്റെ മനസ്സിനെ മാക്സിമം കൺട്രോൾ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ കൊണ്ടുപോയത്. പക്ഷേ എനിക്ക് ന്യൂ ഇയറിനെങ്കിലും എനിക്കൊരു പീസ് കേക്ക് കഴിക്കണം. പിന്നെ നമുക്കിപ്പോഴൊന്നും അതുപോലത്തെ ഒരു ചാൻസ് നമുക്കില്ലല്ലോ. പിന്നെ ജാനുവരിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കേക്കോ അങ്ങനത്തെ ഒരു ഫംഗ്ഷനും പിന്നെ ഇല്ലല്ലോ. പിന്നെ നമുക്ക് മനസ്സമാധാനമായിട്ട് കുറയ്ക്കല്ലോ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നിങ്ങളെപ്പോലെ തന്നെയാണ് എൻ്റെ മനസ്സ്. ഞാനിപ്പോൾ ഡയറ്റാണ്, ഞാൻ ഈ ഡയറ്റ് വീഡിയോസ് ഇടുന്നു എന്നും പറഞ്ഞിട്ട് ഞാൻ
ഇതൊന്നും ഇഷ്ടമല്ലാത്ത ഒരാളൊന്നും അല്ല. മാക്സിമം കൺട്രോൾ ചെയ്യും. ചില ദിവസങ്ങളിൽ ഈ പറയുന്ന പോലെ എനിക്കും കഴിക്കാൻ വേണ്ടി തോന്നും. ആ ഒരു കഴിക്കലിൽ ചിലപ്പോൾ എൻ്റെ വെയിറ്റ് കൂടുതലാവാം, ചിലപ്പം കൂടുതലായില്ല എന്ന് വരാം. അതൊന്നും ഞാൻ കൺസിഡർ ചെയ്തില്ല. എന്തായാലും ഞാൻ വെയിറ്റ് ലോസ് ചെയ്യും. അത് 100% ആണ്. എനിക്കൊരു ടാർഗറ്റ് ഉണ്ട്. ആ ഒരു ടാർഗറ്റിൽ ഞാൻ എങ്ങനെയെങ്കിലും എത്തും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ രാവിലത്തെ വിശേഷം. ഇനി നമുക്ക് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ നേരത്തെ കാണാം. ബൈ ബൈ. ഹലോ, ഞാനിന്ന് എൻ്റെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നത് ജീരക വെള്ളം വെച്ചിട്ടാണേ. അപ്പോൾ ഇന്ന് ഞാനൊന്ന് ചിയാ സീഡിനെ മാറ്റി പിടിച്ചിട്ടുണ്ട്. ജീരക വെള്ളം ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇത് തലേ ദിവസം കുതിർത്ത് വെച്ചിട്ടൊന്നുമല്ല. ഇത് ഞാൻ കുടിക്കുന്നതിന് തൊട്ട് മുന്നേ കുറച്ച് ചൂടുവെള്ളത്തിൽ ജീരകം ഇട്ട് ഒരു 10 സെക്കൻഡ് തിളപ്പിച്ചു. 10-15 സെക്കൻഡ് ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ജീരക വെള്ളമാണ്. എന്നും ചിയാ സീഡ് ആയതുകൊണ്ട് എനിക്കിന്ന് ജീരക വെള്ളം കുടിക്കാനൊരു തോന്നൽ, അങ്ങനെയാണ് ഞാൻ കുടിച്ചേക്കുന്നത്. അപ്പം നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ ഫാസ്റ്റിംഗ് ഏത് രീതിയിലാണ് ബ്രേക്ക് ചെയ്യുന്നതെന്ന് പറയണം കേട്ടോ. ഇതുപോലെ വെള്ളം വെച്ചിട്ടാണോ, ഫ്രൂട്ട് വെച്ചിട്ടാണോ, അതോ വെള്ളവും ഫ്രൂട്ട്സും എടുത്തിട്ടാണോ? ഇപ്പോൾ വെള്ളവും ഫ്രൂട്ട്സും ഒക്കെ എടുക്കുന്ന രണ്ടും കൂടി ഒരുമിച്ചാണെങ്കിൽ ഇച്ചിരി നേരം ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് കുടിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ലഞ്ച് കഴിക്കുന്നത്. അപ്പോൾ എനിക്കിത് ഓക്കെയാണ്. അപ്പോൾ ഇനി നമുക്ക് ലഞ്ച് ടൈമിൽ കാണാം. ബൈ ബൈ. ഹായ്, ഇന്ന് ഞാൻ ലഞ്ച് ടൈമിന് എടുത്തേക്കുന്നത് ചോറ്, രസം, തോരൻ, മുട്ട, അച്ചാറാണ്. ഇനി നമുക്ക് സ്നാക്ക് ടൈമിൽ കാണാം. ബൈ ബൈ. ഹലോ, ഇന്ന് എൻ്റെ ഈവനിങ് സ്നാക്കിന് ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു പഴം മാത്രമാണ്. ഇതിൽ ഞാൻ പിന്നെ കുടിച്ചത് കുറച്ച് ചൂടുവെള്ളമാണ്. ഇന്ന് ഗ്രീൻ ടീ എടുത്തില്ല. അപ്പോൾ ഇതാണ് എൻ്റെ സ്നാക്കിന് ഞാൻ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഡിന്നർ ടൈമിൽ കാണാം. ബൈ ബൈ. ഹലോ, ഇന്ന് ഡിന്നറിന് ഞാൻ എടുത്തേക്കുന്നത് ഒരു പഴം, പിന്നെ കുറച്ച് നട്ട്സാണ്. ഡെയിലി എടുക്കുന്ന പോലെ തന്നെയാണ്. പിന്നെ അതിൽ പംകിൻ സീഡ് എടുത്തിട്ടില്ല, പിന്നെ റൈസിൻസ് എടുത്തിട്ടില്ല, ഡേറ്റ്സ് എടുത്തിട്ടില്ല. അപ്പോൾ ഇതോടുകൂടി എൻ്റെ ഈറ്റിംഗ് വിൻഡോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് 14ാമത്തെ ദിവസത്തിൽ കാണാം. അന്നാണ് എൻ്റെ വെയിറ്റ് എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്ന ദിവസം. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ബൈ ബൈ.